ஆண்டவனே, இதுவரை செய்ததில் എന്തെങ്കിലും തപ്പിരുന്നാൽ മன்னிച്ച് കരുണை കാട്ടി എങ്ങളെ കടസി വരെ കാപ്പാത്തപ്പാ. നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാർട്ടി അന്വേഷിച്ച് ഇവിടെ നേരത്തെ ചില ആളുകൾ പറഞ്ഞതുപോലെ പിണറായി വിജയനെയും മറ്റു ചിലരെയും ഒക്കെ തന്നെ കുറ്റക്കാരാണെന്ന് കുറ്റം ചെയ്യാതെ തന്നെ കണ്ടെത്തി എന്താ സംഭവം അറിയില്ല, ഞാനിപ്പോ എത്തിയുള്ളൂ. ഈ നടപടി എടുക്കണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ വളരെ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇത് അന്വേഷണം നടത്തിയിട്ടുള്ളത്. റിയാസെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഏത് ഷെർലക് ഹോംസ് ആണ് ഈ അന്വേഷണം നടത്തിയത്? അത് ഉത്തരം പറ. അത് പാർട്ടി ജനറൽ സെക്രട്ടറി എഡിൻബറോയിൽ കമ്മ്യൂണിസം പഠിച്ചായിട്ട് നമുക്കറിയാം. അദ്ദേഹം സ്കോട്ട്ലൻഡ് യാർഡിൽ പോയി കുറ്റാന്വേഷണം പഠിച്ചിട്ടുള്ള ആളാണെന്ന് പറയൂ, ഞങ്ങൾ സമ്മതിക്കാം, തയ്യാറാണ്. ഞങ്ങൾ കൈയടിച്ച് പാസ്സാക്കാൻ തയ്യാറാണ്. ഇതാരാണ് അന്വേഷിച്ചത്? എവിടെയാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രാമേന്ദ്രനെ മാത്രം കുറ്റക്കാരനാണെന്ന് വിധിച്ചത്? ഇത് ഞാനൊരു കാര്യം പറയട്ടെ റിയാസ്, ഇവിടെ രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സഖാവ് പിണറായി വിജയന്റെ വീടിരിക്കുന്ന ബൂത്തിൽ മുല്ലപ്പള്ളി രാമേന്ദ്രന് 71 വോട്ട് കൂടുതൽ കിട്ടിയത് മറക്കണ്ട. ഈ നാട്ടിലെ ജനങ്ങൾ ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അഡ്വക്കേറ്റ് ജയശങ്കർ ആരാ? സ്വന്തം അയൽവാസിക്ക് ഒരു പ്രശ്നമുണ്ടായപ്പോലും ഇടപെടാതെ സന്ധ്യാസമയത്ത് ചാനൽ ചർച്ചയിൽ മാത്രം വരുന്ന ലക്ഷണമൊത്ത മാടമ്പി സ്വഭാവമുള്ള ജയശങ്കറിന് കൃത്യമായ അജണ്ട ഉണ്ടാവും. അജണ്ട CPM-ന്റെ ചില നേതാക്കന്മാർ ജയശങ്കർ ഉദ്ദേശിക്കുന്നത് പോലെ ഇടപെടുന്നില്ലെങ്കിൽ അവരെ ശരിപ്പെടുത്താനുള്ള അജണ്ട ഉണ്ടാവും. അതിന്റെ ഭാഗമായി നാവിന് എല്ലില്ലാത്തത് കൊണ്ട് എന്നും വിളിച്ചു പറയുന്ന ജയശങ്കർ ആരാന്നൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങളെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് സാമൂഹ്യ പ്രവർത്തനം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങൾ ആ ഒരു കരാർ എടുത്തിട്ടില്ല. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻ സി ചോർന്ന് പോണു വിക്രമ. പിന്നെ നിങ്ങൾ പറയാൻ നിങ്ങൾ ആരാ? ജനത്തിന്റെ സർട്ടിഫിക്കറ്റ് ജനത്തിന് പ്രതിനിധിയായി സ്വയം വരികയാണോ? ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അതിന്റെ മൗലികാവകാശ സ്വന്തം അയൽവാസിയുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാത്ത നിങ്ങൾ, ഞങ്ങളൊക്കെ നാടിന് വേണ്ടി ഇടപെടുന്നവരാ. ഇപ്പൊ എന്താ പറഞ്ഞ? അതൊന്നും സാരമില്ലെന്നേ, കേൾക്കാൻ നല്ല രസമുണ്ട് ഇല്ലേ? സ്വന്തം അയൽവാസിയുടെ പ്രശ്നത്തിൽ പോലും ഇടപെടാത്ത നിങ്ങൾ, ഞങ്ങളൊക്കെ നാടിന് വേണ്ടി ഇടപെടുന്നവരാ. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടായി. ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. അതെ, അതാ എനിക്ക് ചിരി വന്നത്. അപ്പൊ അതൊന്നും പറയേണ്ടതില്ല. നിങ്ങൾ പലപ്പോഴും പാർട്ടി നേതാക്കന്മാരെ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങളൊക്കെ തന്നെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. അല്ല, ഇതിനൊക്കെ മറുപടി പറയാൻ അറിയാൻ പാടില്ല. മുഹമ്മദ് റിയാസിനൊക്കെ മറുപടി പറയാനുള്ള ഒരു നിലവാരത്തിലേക്ക് ഞാനായിട്ടില്ല. പി ജയരാജനോ എനിക്ക് പറട്ടെ, ഈ മുഹമ്മദ് റിയാസ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്ത അദ്ദേഹത്തിന്റെ നേതാക്കന്മാരുണ്ട്, അവര് വരട്ടെ, അവരോട് ഞാൻ പറയാം. കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിൽ സീറ്റ് കൊടുത്ത അദ്ദേഹത്തിന്റെ നേതാക്കന്മാരുണ്ട്, അവര് വരട്ടെ, അവരോട് ഞാൻ പറയാം. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് തോറ്റുപോയ ആൾക്ക് പാർലമെന്റിലേക്ക് സീറ്റ് കൊടുത്ത് കേട്ടിട്ടുണ്ടോ? എന്റെ അമ്മയെ നാട്ടിച്ച്. കോഴിക്കോട് CPM-നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും എത്ര ശക്തിയുള്ള സ്ഥലമാണ്. അവിടെ മത്സരിച്ചിട്ട് തോറ്റുപോയ ആളാണ്. ലോകപൊട്ടനാണ്, പൊട്ടന ലോകപൊട്ടൻ. MP രാഘവനെ പാർലമെന്റിൽ എത്തിച്ച ആളാണ്. നമ്മൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റില്ല. ഒരു കയ്യബദ്ധം തോന്നി, അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇവിടത്തെ പ്രശ്നം അതല്ല, നമ്മളിപ്പോ പരസ്പരം തർക്കിക്കുന്നതിൽ അർത്ഥമില്ല. ഞാനൊന്ന് പറയട്ടെ, മൂക്ക് കിഴപ്പോട്ടുള്ള ഒരാളും ഇന്ന് ഈ പാർട്ടിയുടെ റിപ്പോർട്ട് വിശ്വസിക്കുകയില്ല. പാച്ചേട്ടാ, അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അരിയാഹാരം കഴിക്കുന്നവരല്ല, മൂക്ക് കിഴപ്പോട്ടുള്ളവർ ആരും വിശ്വസിക്കില്ല. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. ഇത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണ് ഈ നാട്ടിലെ ജനങ്ങളെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള നിങ്ങളുടെ റിപ്പോർട്ട് കണ്ടിട്ട് അത് അതേപടി കൈയടിച്ച് പാസ്സാക്കാൻ മാത്രം പോഴന്മാരോ പോങ്ങന്മാരോ ഒന്നുമല്ല കേരളത്തിലെ ആളുകൾ. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഓക്കെ, കാണാം. വഴിതെറ്റി ഇതുവഴി മറന്നു. വീണ്ടും അംനേഷ്യ.